ഞാൻ പറയുന്നത് ഇപ്പൊ സാൻഡ്ര ആണെങ്കിൽ സാധാരണ നമ്മുടെ സ്റ്റേറ്റ് സിലബസില് +1ഉം +2ഉം പഠിച്ചൊരു കുട്ടിയാ അല്ലെ? അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റേറ്റ് സിലബസിലെ +1 +2 നമ്മുടെ NOSന്റെ +2 തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ശരിക്കും പറഞ്ഞ സാൻഡ്രയ്ക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ +1 എക്സാം എങ്ങനെയായിരുന്നു? നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള എക്സാം നമ്മുടെ സാധാരണ പബ്ലിക് എക്സാം പോലെ തന്നെയായിരുന്നു ഓൺ ഡിമാൻഡ് എക്സാമിനേഷനോ? ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ കുറച്ചും കൂടി പബ്ലിക് എക്സാമിനേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വർഷം മുതലുള്ള കുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല മാർക്കോടുകൂടി പാസ് ഔട്ട് ആയി പോകുന്നുണ്ടായിരുന്നു. പക്ഷൊന്നുമില്ല, ഓൺ ഡിമാൻഡ് എഴുതി കഴിഞ്ഞാൽ ഫെയിൽ ആയി പോകും, അല്ലെങ്കിൽ പബ്ലിക് എക്സാം ആണ് കുറച്ചുകൂടി ഈസി, അങ്ങനെ നേരത്തെ ആരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്നത് ഞാൻ വരാം അല്ലെ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ NIOS 2025 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളിലെ ചുരുക്കം ചില വിദ്യാർത്ഥികള് ചില വിഷയങ്ങൾക്ക് പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവും അല്ലെ. ഇങ്ങനെ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ നമുക്ക് വരാൻ പോകുന്ന നമ്മുടെ 2025 ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന പബ്ലിക് എക്സാമിലൂടെയോ അതല്ലെങ്കിൽ 2025 ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്ന ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ വഴിയോ നിങ്ങൾക്ക് ഈ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ നിലനിൽക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത് മിസ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആണോ നമ്മുടെ പബ്ലിക് എക്സാം ആണോ കുറച്ചുകൂടി ഈസി അല്ലെങ്കിൽ വിജയിക്കാൻ സാധ്യതയുള്ളത് ഏത് പരീക്ഷയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ സംശയം നിലനിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള NIOS SSLC +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ SSLC +2 പഠനം നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ NIOS 2025 ഒക്ടോബർ മാസത്തിലേക്കും അതുപോലെ തന്നെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഒക്കെ വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളും നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അല്ലെ. അതായത് നമ്മുടെ NIOS 2025 ഏപ്രിൽ മാസത്തിലെ റിസൾട്ട് വന്ന സമയത്ത് ചില വിദ്യാർത്ഥികൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ അതായത് മുന്നേ ഉള്ള വർഷങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു പെർസെന്റേജ് വിജയ ശതമാനം ഈ ഒരു വർഷത്തിൽ നമുക്ക് NIOSൽ കാണാനായിട്ട് സാധിച്ചു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പക്ഷെ എന്നാലും ചില വിദ്യാർത്ഥികൾ അല്ലെ ചുരുക്കം ചില വിദ്യാർത്ഥികൾ ചില വിഷയങ്ങൾക്ക് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ഈ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് സൂചിപ്പിച്ചാണ്. നമുക്ക് വരാൻ പോകുന്ന പബ്ലിക് എക്സാം 2025 ഒക്ടോബർ ബാച്ച് ആണ്. അപ്പൊ ആ ഒരു ബാച്ചിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഫെയിൽ ആയി പോയ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ നമുക്ക് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആദ്യം മുതൽ എഴുതിയെടുക്കുന്ന കാര്യമൊന്നുമില്ല. നിങ്ങൾ ഏത് വിഷയത്തിനാണോ പരാജയപ്പെട്ടു പോയ ആ വിഷയങ്ങൾ മാത്രം നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ഓക്കെ. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആണ്. അപ്പൊ ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നമുക്കറിയാം ഇപ്പൊ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ ചൂസ് ചെയ്ത് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാൻ നമുക്ക് ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടക്കുന്നത് 2025 ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ 3 മാസങ്ങളിൽ നമുക്ക് പരീക്ഷ നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ജൂലൈ മാസത്തിൽ ഏതെങ്കിലും ഡേറ്റുകളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജൂലൈയിൽ നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ബിസിനസ് സ്റ്റഡീസ് ആണ് എക്സാം എഴുതുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പരാജയപ്പെട്ടു പോയ വിഷയം ബിസിനസ് സ്റ്റഡീസ് ആണെങ്കിൽ ഞാൻ ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം ജൂലൈ മാസത്തിൽ ഒരു ഡേറ്റ് ഏതാന്നുള്ളത് നമുക്ക് സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു ഡേറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇനി ജൂലൈ ഒന്നും വേണ്ട, എനിക്ക് ഓഗസ്റ്റും വേണ്ട, സെപ്റ്റംബർ മാസം മതി. സെപ്റ്റംബറിലാണ് അത് നമുക്ക് കുറച്ചുകൂടി പഠിക്കാനുള്ള സമയം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് സെപ്റ്റംബറിൽ ഞാൻ ഡേറ്റ് എടുത്തോളാം എന്നുണ്ടെങ്കിൽ എനിക്ക് സെപ്റ്റംബർ മാസത്തിൽ വേണമെങ്കിൽ ഡേറ്റ് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ സീറ്റ് ബുക്ക് ചെയ്യുക. കാരണം നമുക്കിവിടെ മാത്രമല്ല അല്ലെ, ഇത് ഓൾ ഇന്ത്യ എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സീറ്റ് ബുക്കായി പോകും. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഏത് ഡേറ്റ് ആണോ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ് നിങ്ങൾ പെട്ടെന്ന് തന്നെ ചൂസ് ചെയ്യുക. ഓക്കെ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ ഒരു എക്സാം സെന്റർ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് മിസ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതുമ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ പരീക്ഷാ കേന്ദ്രം കിട്ടുമോ എന്നുള്ളത്. ഒരിക്കലും കിട്ടത്തില്ല. നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം എന്ന് പറയുന്നത് നിങ്ങളുടെ ജില്ലയിൽ ആയിരിക്കത്തില്ല. അതായത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു 3 ജില്ലയിൽ കോഴിക്കോട് വരുന്നുണ്ട്, മലപ്പുറം വരുന്നുണ്ട്, എറണാകുളം വരുന്നുണ്ട്. ഇത് 3 ജില്ലയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ 3 ജില്ലകളിൽ മാത്രം NOS അലോട്ട് ചെയ്തിരിക്കുന്ന സെന്റർ ഏതാണോ അവിടെ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ നടക്കുന്നത്. എല്ലാ ജില്ലയിലും സാധാരണ നമ്മുടെ NOSന്റെ പബ്ലിക് എക്സാം നമുക്കറിയാം എല്ലാ ജില്ലയിലും പരീക്ഷാ കേന്ദ്രമുണ്ട് അല്ലെ. പക്ഷെ ഇത് നമുക്ക് എല്ലാ ജില്ലയിലും ഇല്ല. നമ്മുടെ ഈ പറഞ്ഞ പോലെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടക്കുന്നത് അവർ അലോട്ട് ചെയ്തിരിക്കുന്ന ചില സ്കൂളുകളിൽ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 3 ജില്ലകളിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം ലഭിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ആ സൈറ്റിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഏതൊക്കെ ജില്ലകളിലാണ്
പരീക്ഷ കേന്ദ്രം അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഇവിടെ നിങ്ങളുടെ സംശയം എന്ന് പറയുന്നത് ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആണോ അതോ പബ്ലിക് എക്സാം ആണോ കുറച്ചുകൂടെ ഈസി എന്നുള്ളതാണ് അല്ലെ. ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ മുൻ വർഷങ്ങളിലൊക്കെ ചില വിദ്യാർത്ഥികൾ നമുക്കറിയാം ഇതേപോലെ തന്നെ NYSന്റെ എക്സാം എഴുതി പരാജയപ്പെട്ടു പോകുമ്പോൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിൽ ചില വിദ്യാർത്ഥികൾ ആ സബ്ജക്റ്റുകൾ എഴുതിയെടുക്കാൻ നോക്കുമായിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ചില വിദ്യാർത്ഥികൾ നമ്മൾ പറയുമായിരുന്നു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ വളരെ ടഫ് ആയിരുന്നു മിസ്, ഇതിലും ഭേദം നമ്മുടെ പബ്ലിക് എക്സാം ആയിരുന്നു എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഞാൻ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഓൺ ഡിമാൻഡ് എക്സാമിനേഷനും നമ്മുടെ പബ്ലിക് എക്സാമോട് കമ്പയർ ചെയ്യുമ്പോൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ കുറച്ച് ടഫ് ആണ്, എന്നാൽ പബ്ലിക് എക്സാം ആയിരിക്കും കുറച്ചുകൂടി ഈസി എന്നുള്ള രീതിയിൽ. എന്നാൽ നമുക്കറിയാം സിലബസ് മാറ്റവും അല്ലെ, നമുക്കറിയാം സിലബസിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, നമ്മുടെ ചോദ്യപേപ്പറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പിന്നീട് വരുന്ന NIOSന്റെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഒക്കെ നമ്മുടെ പബ്ലിക് എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം രണ്ടും ഒരുപോലെ തന്നെയായിരുന്നു. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംശയമോ കാര്യങ്ങളൊന്നും വേണ്ട. ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതിയാലും പബ്ലിക് എക്സാം എഴുതി കഴിഞ്ഞാലും ഏകദേശം രണ്ടും ഒരേപോലെയൊക്കെ തന്നെയാണ്. രണ്ടും നമുക്ക് ഈസി ആണെന്നും പറയാൻ പറ്റത്തില്ല, എന്നാൽ രണ്ടും ടഫ് ആണെന്നും പറയാൻ പറ്റത്തില്ല. പബ്ലിക് എക്സാം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ചോദ്യപേപ്പർ കിട്ടുന്നതിന് അടിസ്ഥാനത്തിലാണ് എക്സാം എളുപ്പമാണോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പൊ ചില ആളുകൾക്ക് എക്സാം വളരെ ഈസി ആയിരിക്കും, എന്നാൽ ചില ആളുകൾക്ക് എക്സാം വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പൊതുവെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പബ്ലിക് എക്സാം പോലെ തന്നെയാണ് ഇപ്പൊ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടക്കുന്നത്. ഇപ്പം നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാം ഇപ്പൊ കഴിഞ്ഞ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചോദ്യപേപ്പറിന്റെ മാറ്റവും അതുപോലെ തന്നെ നമ്മുടെ സിലബസ് മാറ്റത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നടന്ന ആ ഒരു 2024 തൊട്ടുള്ള ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിൽ നല്ല രീതിയിൽ വിദ്യാർത്ഥികൾ പാസ് ഔട്ട് ആയി പോകുന്നുണ്ട്. നല്ല രീതിയിൽ, കാരണം നമ്മുടെ LBയിലൊക്കെ പഠിച്ചിട്ട് ഉള്ള വിദ്യാർത്ഥികൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വർഷം മുതലുള്ള കുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല മാർക്കോടുകൂടി പാസ് ഔട്ട് ആയി പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം വേണ്ട, കാരണം ഓൺ ഡിമാൻഡ് എഴുതിയാലും പബ്ലിക് എക്സാം എഴുതി കഴിഞ്ഞാൽ ഏകദേശം രണ്ടും ഒരുപോലെ തന്നെയാണ്. പിന്നെ ചോദ്യപേപ്പർ നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ചിരിക്കും ഇത് ബുദ്ധിമുട്ടാണോ എളുപ്പമാണോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ ചോദ്യപേപ്പർ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പബ്ലിക് എക്സാമിന്റെ ചോദ്യപേപ്പർ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ ചോദ്യപേപ്പറും. MCQ ഉണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട്, ദെൻ അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ഉണ്ട്, വെരി ഷോർട്ട് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അതേപോലെ തന്നെ എസ്എ ടൈപ്പ്. ഇതേ രീതി തന്നെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ ചോദ്യപേപ്പറും കേട്ടോ. അപ്പൊ അതിനകത്ത് വ്യത്യാസം ഒന്നുമില്ല, രണ്ടും ഒരേപോലെ തന്നെ ആണ്. അതിൽ പബ്ലിക് എക്സാം ആണെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആണെങ്കിൽ സെയിം ആയിട്ടുള്ള രീതി തന്നെയാണ് ഇപ്പൊ ക്വസ്റ്റ്യൻസ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അത് മടിച്ചു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൺ ഡിമാൻഡ് എഴുതി കഴിഞ്ഞാൽ ഫെയിൽ ആയി പോകും, അല്ലെങ്കിൽ പബ്ലിക് എക്സാം ആണ് കുറച്ചുകൂടി ഈസി, അങ്ങനെ നേരത്തെ ആരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്നത് ഞാൻ വരാം അല്ലെ. അപ്പൊ അത് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിസ്സിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതിൽ മിസ് പറയുന്നുണ്ട് ഓൺ ഡിമാൻഡ് ഭയങ്കര ടഫ് ആണെന്ന്, അതുകൊണ്ട് എനിക്ക് പേടിയാന്നൊക്കെ പറഞ്ഞ ചില വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ അതിൽ മാറ്റം വന്നിട്ടുണ്ട്. എല്ലാം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. സോ നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യുക. രണ്ടും വലിയ വ്യത്യാസം ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പൊ പരീക്ഷകൾ നടന്നു പോകുന്നത്. ഇനി നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ പഠിച്ച ഒരു കുട്ടിയെ, അതായത് ഓൺ ഡിമാൻഡ് എക്സാമിനേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ട്യൂഷൻ ബാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓൺ ഡിമാൻഡ് വഴി പാസ്സായ ഒരു കുട്ടിയുണ്ട്. അപ്പൊ ആ കുട്ടിയെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം, എന്നിട്ട് വിളിച്ചിട്ട് ആൾ എന്താ പറയുന്നത്, നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഞാൻ ആ കുട്ടി വഴി നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഹലോ സാൻഡ്ര, കേക്കാവോ? ഓക്കെ, ഞാനിപ്പം യൂട്യൂബിൽ നമ്മുടെ വീഡിയോ എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതിയതാണല്ലോ സാൻഡ്ര. അപ്പൊ അതിന്റെ കുറച്ച് ഡൗട്ടുകൾ ഒന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വിളിച്ചത് കേട്ടോ. ഓക്കെ, നമ്മൾ ആദ്യത്തെ പരീക്ഷ എഴുതിയത് ഏതായിരുന്നു? 2024 അല്ലായിരുന്നോ? 24 ഏപ്രിലായിരുന്നോ? 2024 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതി. അതിൽ നമുക്ക് പോയ സബ്ജക്ട് ഏതായിരുന്നു? ബയോളജി. ഒരു വിഷയമായിരുന്നു പോയത്. ഓക്കെ, അപ്പൊ ബയോളജി ഫെയിൽ ആയി. അപ്പൊ ആ ബയോളജി അല്ലേ നമ്മൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലൂടെ എഴുതിയെടുത്തത്? ഓക്കെ, അപ്പം 2024 ഏപ്രിലിലെ റിസൾട്ട് വന്നതിന് ശേഷം ഈ ഒരു സബ്ജക്ട് നമ്മൾ ഏത് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആണ്? 2024 ഏതാ? ജൂലൈയിലാണോ? ഏത് ഡേറ്റ് ആയിരുന്നു എടുത്തത്? ജൂലൈ ഓഗസ്റ്റോ? ഓഗസ്റ്റ് അല്ലേ? എക്സാം സെന്റർ എവിടെ വെച്ചത്? എറണാകുളം. എറണാകുളം. ഇനിയിപ്പം എക്സാം എങ്ങനെയായിരുന്നു? നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള എക്സാം നമ്മുടെ സാധാരണ പബ്ലിക് എക്സാം പോലെ തന്നെയായിരുന്നു ഓൺ ഡിമാൻഡ് എക്സാമിനേഷനോ? ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ കുറച്ചും കൂടി പബ്ലിക് എക്സാമിനേക്കാളും കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നി. നമ്മുടെ KVയിൽ നമ്മളിപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെ സാധാരണ നമ്മുടെ പബ്ലിക് എക്സാമിന്റെ എക്സാം പോലെ തന്നെയായിരുന്നു സ്റ്റുഡൻസിനെല്ലാം ഇരുത്തുകയും ആ ഒരു രീതി തന്നെയല്ലേ എക്സാമുകൾ നടത്തിയത്? ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ? അത്യാവശ്യം പിള്ളേരുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു.
ഓക്കെ. എന്നിട്ട് നമ്മുടെ എക്സാമുകൾ എങ്ങനെയായിരുന്നു? നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് ഏതാ? പബ്ലിക് എക്സാം ആണോ അതോ നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആണോ? ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആയിരുന്നു കുറച്ചും കൂടി പബ്ലിക് എക്സാമിനേക്കാൾ എളുപ്പമായിട്ട് തോന്നിയത്. ഓക്കെ. ഈ നമ്മുടെ പബ്ലിക് എക്സാമിനേഷനിൽ എന്താ സംഭവിച്ചത്? ശരിക്കും പറഞ്ഞാൽ ബയോളജി നല്ല രീതിയിൽ പഠിച്ചു തന്നെ എഴുതിയതായിരുന്നോ? അതെ, പക്ഷെ കുറച്ചും കൂടി ടഫായിട്ടാ തോന്നിയത്. പക്ഷെ എന്നാലും ഓൺ ഡിമാൻഡ് എക്സാമിന് 1 മാർക്കിന് ക്വസ്റ്റ്യൻ ആണെങ്കിലും അതൊക്കെ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നി. ഓക്കെ. എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തിട്ടാണോ പോയ എക്സാമിന്? അതോ അതെ എല്ലാ ചാപ്റ്റേഴ്സും നോക്കിയിട്ടുണ്ടായിരുന്നോ? അത്യാവശ്യം മറ്റേ എല്ലാ ചാപ്റ്ററിൽ നിന്നും പഠിച്ചാൽ തന്നെ പാസ്സാവാനുള്ള രീതിയിൽ അതിലും എന്തായാലും നമ്മുടെ NIOSന്റെ എക്സാമുകൾ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ? അതല്ലാതെ പുറത്തുനിന്ന് അല്ലല്ലോ. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു സംശയം അല്ല. അതായത് ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ സാൻഡ്രി ആണെങ്കിൽ സാധാരണ നമ്മുടെ സ്റ്റേറ്റ് സിലബസില് +1ഉം +2ഉം പഠിച്ചൊരു കുട്ടിയാ അല്ലെ? അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോ ആ ഒരു സ്റ്റേറ്റ് സിലബസിലെ +1 +2 നമ്മുടെ NIOSന്റെ +2 തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ശരിക്കും പറഞ്ഞ സാൻഡ്രയ്ക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പൊ +1 +2ല് സാൻഡ്ര ഓൾറെഡി നമുക്കറിയാം ഫെയിൽ ആയി പോയി അല്ലെ? അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേന് സാൻഡ്ര ഒരുപാട് വിഷമം അനുഭവിച്ച ഒരാളാണ്. അത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് NIOS വഴി ഇത്രയും സബ്ജക്ട് എഴുതി പാസ്സായി, അതും സയൻസ് ഗ്രൂപ്പ്. ആ സയൻസ് ഗ്രൂപ്പ് വീണ്ടും കിട്ടിക്കഴിഞ്ഞപ്പോ എന്താ സാൻഡ്രയ്ക്ക് തോന്നിയത്? നേരത്തെ തന്നെ NIOS ജോയിൻ ചെയ്യാറുണ്ടെന്നാണോ അതോ നേരത്തെ തന്നെ NIOS ജോയിൻ ചെയ്യാറുണ്ടെന്നാണോ അങ്ങനെയാണോ തോന്നിയത്? ഇപ്പൊ കമ്പയർ ചെയ്യുമ്പോഴോ നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ +1 +2 NIOSന്റെ +2 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏതാ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്നത് സിലബസ്? സ്റ്റേറ്റിനേക്കാളും കുറച്ചും കൂടി എളുപ്പമാണ് NIOSന്റെ. സ്റ്റേറ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഐഡിയ വെച്ചിട്ട് എഴുതാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ? അതെ, പക്ഷെ NIOSന്റെ കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള നമുക്ക് പറ്റുന്നുണ്ട്. കുറച്ചുകൂടി ക്യാച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ എന്തായാലും NIOSല് ഇപ്പം എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞപ്പോ എന്തായാലും ഒരു സന്തോഷം തോന്നിയില്ലേ? ഉറപ്പായിട്ടും സന്തോഷമുണ്ട്. അപ്പൊ അതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് നമുക്കറിയാം 2024 ഏപ്രിൽ എക്സാം എഴുതി കഴിഞ്ഞപ്പോഴേക്കും ഒരു സർട്ടിഫിക്കറ്റ് വന്നു. നമ്മുടെ ഫെയിൽ ആയ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലല്ലോ? ഫെയിൽ ആയിട്ടുള്ള, അതായത് പാസ്സായതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഓൺ ഡിമാൻഡ് എഴുതിയിട്ടുള്ള സർട്ടിഫിക്കറ്റിൽ അഡീഷണൽ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് വന്നു. അതെ. അപ്പം നമുക്ക് അതായത് നമുക്ക് പോസ്റ്റ് വഴിയല്ലേ സർട്ടിഫിക്കറ്റ് വന്നത്? നമ്മൾ അവിടെ ചെന്ന് കൈപ്പറ്റിയല്ലായിരുന്നല്ലോ എക്സാമിന്റെ നമുക്ക് പോസ്റ്റ് വഴിയാണ് സർട്ടിഫിക്കറ്റ് വന്നത്. അല്ല നമ്മൾ സ്റ്റഡി സെന്ററിലൊന്നും പോയി വാങ്ങിച്ചിട്ടില്ല? അല്ല, ഇല്ല. ഓക്കെ. ശരി എന്നിട്ടോ, ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. ശരി. അപ്പൊ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട്, അതായത് ഇപ്പൊ ഈ കുട്ടി പറയുന്നതിനനുസരിച്ച് പബ്ലിക് എക്സാമിനേക്കാളും കുറച്ചുകൂടി ഈസി ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നു. എന്നാൽ ചില ആളുകൾ പറയുന്നുണ്ട് പബ്ലിക് എക്സാം ആയിരുന്നു കുറച്ചുകൂടി ഈസി. അതൊന്നുമില്ല, നമുക്ക് കിട്ടുന്ന ചോദ്യപേപ്പറിന്റെ അനുസരിച്ചാണ് രണ്ട് എക്സാമും തുല്യമായിട്ടുള്ള രീതിയിൽ നിൽക്കും കേട്ടോ. ഇപ്പം ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ടഫ് ആണ്, പബ്ലിക് എക്സാം ആണ് കുറച്ചുകൂടി ഈസി, അങ്ങനെ ഒരു രീതി നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. മുൻ വർഷങ്ങളിലായിരുന്നു അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ ചോദ്യപേപ്പറിന്റെ മാറ്റവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ രണ്ടും ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ്, അതായത് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ വഴി പാസ്സായി കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് പല ആൾക്കാർ പറയുന്നുണ്ട് സ്റ്റഡി സെന്ററിൽ പോയി വാങ്ങണോ? സ്റ്റഡി സെന്ററിൽ പോയി വാങ്ങേണ്ട ആവശ്യകതയില്ല. നിങ്ങൾക്ക് പോസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ വീട്ടിലേക്കാണ് സർട്ടിഫിക്കറ്റ്സുകൾ വരുന്നത്. അപ്പൊ അത് ഈ സബ്ജക്റ്റുകളെല്ലാം ആഡ് ചെയ്ത്, ഇപ്പൊ ഒരു സബ്ജക്റ്റ് ആണ് നിങ്ങൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ വഴി എഴുതുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സബ്ജക്റ്റുകളെല്ലാം ഓട്ടോമാറ്റിക്കലി ആഡ് ആയിട്ടായിരിക്കും ആ ഒരു സർട്ടിഫിക്കറ്റ്സിൽ ഉണ്ടാവും. അപ്പൊ ലാസ്റ്റ് എഴുതി കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഏതാണോ അതാണ് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് പോകുമ്പോൾ കൊടുക്കേണ്ടത്. അതിലാണല്ലോ നമ്മൾ എല്ലാ സബ്ജക്റ്റും പാസ് ആയിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജസ് ആയിട്ടുള്ള മലയാളം കാര്യങ്ങളൊന്നും നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടക്കുന്നില്ല കേട്ടോ. അപ്പൊ മലയാളം ഒക്കെ ഫെയിൽ ആയി പോയിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്ട് നിങ്ങൾ വരാൻ പോകുന്ന പബ്ലിക് എക്സാമിനേഷനിലൂടെ തന്നെ എഴുതി പാസ് ആകാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പിൽ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലും മതി. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സമയം കിട്ടുന്നതിനനുസരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിർത്തുന്നു. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിർത്തുന്നു. NIOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.